ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ മാമ്പഴ സീസണൊക്കെ കഴിയാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു 2-3 ടിപ്പുകളാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വർഷം മുഴുവനും മാമ്പഴം കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല കിഡിലനായിട്ടുള്ള ടിപ്പുകളാണ്. നമ്മൾ വ്യത്യസ്തമായ 3 രീതികളിലാണ് മാമ്പഴം സ്റ്റോർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും. കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ മാങ്ങകളുണ്ടല്ലോ, നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാട്ടുമാങ്ങ പോലുള്ളത്, അതെങ്ങനെ ഒരു വർഷം വരെ കേടാകാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാട്ടുമാങ്ങ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാങ്ങയുടെ ആ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തോലൊന്ന് ഉരിഞ്ഞെടുത്ത് ക്ലീനാക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ മാമ്പഴമൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉപയോഗിച്ചിട്ട് പുളിശ്ശേരി തയ്യാറാക്കിയാൽ നമുക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസമോ അതുപോലെ തന്നെ കളർ വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ മാങ്ങ എങ്ങനെയാണോ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു മാങ്ങ നല്ലതുപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കി മാങ്ങകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും മാമ്പഴം സ്റ്റോർ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പ് കുറച്ച് മാങ്ങയെങ്കിലും ഇങ്ങനെയൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപയോഗിച്ച് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ആ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത മാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത മാമ്പഴം ഇട്ട് കൊടുക്കാം. എത്ര കിലോ മാങ്ങ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി വളരെ കുറച്ച് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുമാണ്. അതിനൊന്നും കണക്കില്ല കേട്ടോ, കാരണം നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതെല്ലാം ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി, അതായത് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളം മുഴുവനായിട്ട് ഒന്ന് വറ്റി വരണം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോയാൽ പിന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം വറ്റിച്ച് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാടങ്ങ് ഇളക്കിയിട്ട് നമ്മുടെ ആ മാമ്പഴത്തിൻ്റെ ദശയൊക്കെ അടർന്നു പോകരുത്. ഒരു സോഫ്റ്റായിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ മാമ്പഴം നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മസാലയൊക്കെ നല്ലതുപോലെ അതിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റോർ ചെയ്യുന്ന ഞാൻ ഇതുപോലെ ഒരു ക്ലിൻ ഫിലിമിലാണ് കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അലൂമിനിയം ഫോയിൽ എടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ചെറിയ കിറ്റുകളൊക്കെ ഉണ്ടാകുമല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി. ഞാനിവിടെ ഒരു പ്രാവശ്യം നമുക്ക് കറി വെക്കാനായിട്ട് എത്ര മാമ്പഴം വേണോ അതാണ് ഒരു ക്ലീൻ ഫിലിമിൽ നല്ലതുപോലെ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാ മാമ്പഴവും കൂടെ ഒരുമിച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് പെട്ടെന്ന് ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഓരോ ക്ലീൻ ഫിലിമിനുള്ളിൽ ആവശ്യത്തിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഒരു സെറ്റ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം നമുക്ക് ഇതുപോലെയുള്ള സിപ്ലോക്ക് ബാഗിനുള്ളിലാക്കിയിട്ട് ഇതിനുള്ളിലെ എയറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഇനി സിപ്ലോക്ക് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സ്റ്റോർ ചെയ്താലും മതി. ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സമയത്ത് ഒരു സെറ്റ് എടുത്തിട്ട് നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ബാക്കിയിരിക്കുന്നത് ചീത്തയാവുകയുമില്ല.
അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ മാമ്പഴ സീസണിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ അതിനുള്ളിലെ എയർ കളഞ്ഞ് വെക്കണം. അതിനായിട്ട് ഇതുപോലൊരു സ്ട്രോ യൂസ് ചെയ്തിട്ട് ഉള്ളിലെ എയറൊക്കെ നല്ലതുപോലെ ഒന്ന് വലിച്ചു കളഞ്ഞതിന് ശേഷം നല്ലപോലെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ മാമ്പഴം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും മാമ്പഴം കിട്ടാത്ത സമയത്ത് കേക്ക് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ ഡെസേർട്ടുകൾ തയ്യാറാക്കാൻ, അതുമല്ലെങ്കിൽ നമുക്ക് മാമ്പഴമായിട്ട് തന്നെ കഴിക്കണമെങ്കിലും ഈ ഒരു രീതി ബെസ്റ്റാണ് കേട്ടോ. അതിനാദ്യമായിട്ട് നമുക്ക് നല്ല ദശയുള്ള മാമ്പഴം നല്ലതുപോലെ കഴുകി അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചെത്തിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇപ്പം നമ്മൾ മാമ്പഴം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 രീതിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് 2 പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഏകദേശം ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാമ്പഴം ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ രീതി നോക്കാം. ആദ്യത്തെ രീതിയിൽ നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. ഏകദേശം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മാമ്പഴത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര എടുക്കാനായിട്ട്. അത് നല്ലതുപോലെ മാമ്പഴത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ സിപ്പ് ലോക്ക് ബാഗിനുള്ളിലാക്കി സ്റ്റോർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് വേണമെങ്കിലും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ കണ്ടെയ്നറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഈ ഒരു കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ ഐസ് കെട്ടാണ്ടിരിക്കാനായിട്ട് ഇതിന് മുകളിൽ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ അടച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 വർഷം വരെ ഈ ഒരു മാമ്പഴം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു കൊള്ളും. കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഐസ് കെട്ടിയിട്ട് ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം. ഇവിടെ നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് തേനാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഹണി തന്നെ നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേൻ ഉപയോഗിച്ചിട്ട് പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ചെറുതേനാണ്. അത് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഈ ഒരു മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ അതല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച 3 ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഈ 3 രീതിയിലല്ലാണ്ടും നമുക്ക് മാമ്പഴം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. മാമ്പഴം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളമയം വറ്റിച്ചെടുത്ത് ഒരു പൾപ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ തണുത്തതിന് ശേഷം കുപ്പിയിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ജ്യൂസോ സ്മൂത്തിയോ മാംഗോ ഷേക്കോ ഒക്കെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഇനി നമുക്ക് വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.